ഹലോ കൂട്ടുകാരെ, സുഖമില്ലേ എല്ലാവർക്കും? ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കഥയുമായിട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ കഥയിലെ നായകൻ രൂപേഷാണ്. നായിക അവൻ്റെ അയൽവാസിയായ സന്ധ്യ ചേച്ചിയാണ്. രൂപേഷിനേക്കാളും 5 വയസ്സോളം മൂപ്പ് സന്ധ്യക്കുണ്ട്. പക്ഷെ എന്താ എന്നറിയില്ല, ചെക്കന് അവനെ കണ്ടൊരു ഇളക്കമാണ്. സന്ധ്യയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ടൈപ്പ് അല്ല. അവൾ ഇത്തിരി ബോൾഡായിട്ടുള്ള പെൺവ്യക്തിയാണ്. പക്ഷെ അവൻ അവളെ വളരെ കഷ്ടപ്പെട്ട് സന്ധ്യയുടെ മനസ്സ് കീഴടക്കും. "ദേ ചെക്കാ, ഇന്നത്തോടെ നിർത്തിക്കോ നിന്റെ സുഖേട്. ഇനി മേലിൽ ഇതുപോലെ വൃത്തികേട് കാണിച്ച് എന്റെ മുന്നിൽ വന്നാൽ നിന്റെ മണിച്ചിട്ട് ഞാൻ കാക്കയ്ക്ക് ഇട്ടുകൊടുക്കും." കരി തുള്ളിക്കൊണ്ട് സന്ധ്യ അടുക്കുമ്പോൾ പേടിച്ചു പോയി രൂപേഷ്. എന്താണ് പ്രശ്നം സന്ധ്യ? എന്തിനാ നീ ഇവന്റെ നേരെ ദേഷ്യപ്പെടുന്നേ? ചേച്ചി രേഷ്മ കൂട്ടി സംഭവം കണ്ടു എന്നറിഞ്ഞതോടെ ആകെ വിളിച്ചു പോയാണ്. എന്റെ ചേച്ചി, ഈ ചെക്കൻ കുറച്ചു ദിവസമായി കാണിക്കുന്നത് എന്താണെന്ന് അറിയോ? എപ്പം ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയാലും അന്നേരം നിങ്ങളുടെ സ്റ്റെയർ കേസിനരികെ വന്ന് ഒളിച്ചു നിന്നിട്ട് എന്നെ നോക്കി വേണ്ടാത്തത് കാണിക്കുക. കുറെ ആയിട്ട് കാണിക്കുന്നു. ഒച്ചല്ലേ എന്ന് കരുതി ആദ്യമൊക്കെ ഞാൻ കണ്ടില്ല എന്ന് മടിച്ചു. അപ്പോഴീ കോപ്രായം കൂടി കൂടി വരുക. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ആ വാക്കുകൾ കേട്ട് രേഷ്മ നടന്നുള്ളത് കണ്ട് തല കുമ്പിട്ട് നിന്ന് രൂപേഷ്. എടാ, സത്യമാണോ ഈ കേൾക്കുന്നത്? നിനക്ക് എന്തിന്റെ കേടാണ് ചെക്ക? തലക്കിട്ടൊരു അടിയോടെയാണ് രേഷ്മയുടെ പ്രതികരണം ആരംഭിച്ചത്. അഭിമാന ഭാരത്താൽ പിന്നെന്തൊക്കെയോ അവൾ വിളിച്ചു പറഞ്ഞു. ഒപ്പം ചറപറ അടിയും. എന്തായാലും ദൈവഭാഗ്യം എന്ന് തന്നെ പറയാമോ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് രേഷ്മയുടെ ഉറപ്പിന്മേൽ മൂന്നാമതൊരാൾ ഈ കാര്യങ്ങൾ അറിയാതെ നോക്കാൻ കൂടി പേടിയായിരുന്നു രൂപേഷിനെ. അവൾക്ക് അഭിമുഖം വന്നാൽ മുഖം കുനിച്ചോടി അവൻ. പക്ഷെ അപ്പോഴും മനസ്സിലെ ആഗ്രഹം കെട്ടടങ്ങിയിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എന്താണ് ചെക്ക, വീട്ടിലേക്ക് വന്നു കയറിയ പാടെ തന്നെ അയൽപ്പക്കത്തേക്കാണല്ലോ നിന്റെ നോട്ടം. പഴയതെന്തേലും ഓർമ്മ വരുന്നുണ്ടോ? കുട്ടിയുള്ള രശ്മിയുടെ ആ ചോദ്യം കേട്ടാണ് പഴയ ഓർമ്മകളിൽ നിന്നും രൂപേഷ് ഉണർന്നത്. "ദേ ചേച്ചി, ചുമ്മാ വന്ന് കയറിയപ്പോ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. 2 വർഷത്തിന് ശേഷം നാടും വീടും വീട്ടുകാരും കാണാൻ കൊതിച്ചെത്തിയ പ്രവാസിയാണ് ഞാൻ. എന്റെ മൂഡ് ചുമ്മാ കളയല്ലേ പ്ലീസ്." "ഏയ്, ചുമ്മാ പറഞ്ഞതാണ് ചെക്ക. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ." സന്ധ്യ പാവം, കെട്ടിയവനൊക്കെ മരിച്ച് പിന്നെ ആ കൊച്ചിനെ വളർത്തുവാൻ കിടന്ന് കഷ്ടപ്പെടുക. അയൽപ്പക്കത്തേക്ക് നോക്കിക്കൊണ്ട് രേഷ്മ പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ വീട്ടിനുള്ളിലേക്ക് കയറി രൂപേഷ്. "മോനെ, നീ വന്നു." കണ്ട മാത്രയിൽ അമ്മ ഓടിയെത്തുമ്പോൾ അവരെ വാരിപ്പുണർന്നു അവൻ. പിന്നാലെ അച്ഛനെത്തി. അങ്ങനെ എല്ലാവരോടും സ്നേഹവും വിശേഷങ്ങളും പങ്കുവെച്ച് അവൻ റൂമിലേക്ക് എത്തുമ്പോൾ സമയം കുറേയേറെയായിരുന്നു. 2ാമത്തെ നിലയിൽ സന്ധ്യയുടെ വീടിനോട് ചേർന്ന് സൈഡിൽ തന്നെയായിരുന്നു അവന്റെ മുറി. റൂമിലെത്തിയ പാടെ രൂപേഷ് ഓടിയത് ജനാലിനരികിലേക്കാണ്. ദൈവമേ, രേഷ്മ ചേച്ചിക്ക് അറിയില്ലല്ലോ എന്റെ മനസ്സിലെ സ്ഥാനം. സന്ധ്യ ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റണേ. അവൻ ജനലിലൂടെ കൊതിയോട് നോക്കിയിരുന്നു. 2 വർഷം മുന്നേ വിദേശത്തേക്ക് പോകണം ദിവസം കണ്ട സന്ധ്യയുടെ ആ രൂപമായിരുന്നു അവന്റെ മനസ്സിലപ്പോൾ. ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവുമോ എന്തോ ചിന്തകൾ അനേകം മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കണം. നിമിഷങ്ങൾക്കകം സന്ധ്യ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതും പുറത്തെ ബാത്റൂമിൽ നിന്ന് കുളിക്കഴിഞ്ഞീർന്നോടെ തന്നെ. എന്റെ ദൈവമേ, പൊളി! രോമാഞ്ചത്തോടെ ആ കാഴ്ച നോക്കിയിരുന്നു അവൻ. കഴുകിയ തുണികൾ അഴയിൽ വിരിച്ചു അവൾ വീടിനുള്ളിലേക്ക് കയറി പോകുന്നത് വരെ ആ നോട്ടം നീണ്ടു നിന്നു. ഓ, സന്ധ്യ ചേച്ചി ഇപ്പോൾ സുന്ദരി തന്നെ. ഇനിയെങ്കിലും എന്റെ ആഗ്രഹം ഒന്ന് നടക്കണം. ആകെ കുളിര് കോരിപ്പോയി അവൻ. രേഷ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകി. സന്ധ്യ ചേച്ചിക്ക് ഇപ്പോൾ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ അല്ലേ? അപ്പൊ കുറച്ച് കാശൊക്കെ കൊടുത്ത് സഹായിച്ചാൽ ഉറപ്പായും കാര്യം നടക്കും. ഗൾഫുകാരനും അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളവനായതുകൊണ്ട് പണ്ടത്തെ പോലെ എന്തായാലും അവര് എന്നെ ഒഴിവാക്കില്ല. ഓ, ഒന്ന് നടന്നെങ്കിൽ. പ്രതീക്ഷയോടെ രൂപേഷ് ബെഡിലേക്ക് ചാഞ്ഞു. സന്ധ്യയാണെന്ന് മനസ്സിലോർത്ത് തലയണയെ വാരിപ്പുണർന്നു. "രൂപേഷേ, വേഗം കുളി കഴിഞ്ഞു വാ കേട്ടോ. ഫുഡ് കഴിക്കണ്ടേ? എല്ലാരും നിനക്കായി വെയിറ്റിംഗ് ആണ്." താഴെ നിന്നും രേഷ്മയുടെ ശബ്ദം ഉയരവേ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ. "ദേ വരുവ ചേച്ചി, ഒരു 10 മിനിറ്റ്." ഫുഡ് കഴിക്കലും പിന്നെ കൊണ്ടു വന്ന പെട്ടി പൊട്ടിക്കലും ഒക്കെയായി സമയം കുറെ നീണ്ടു. ഒടുവിൽ അവൻ ഉറങ്ങാനായി റൂമിലെത്തുമ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞു. ജനലിലൂടെ ഒരിക്കൽ കൂടി നോക്കുവാൻ മറന്നില്ല രൂപേഷ്. സന്ധ്യയുടെ വീട്ടിൽ അപ്പോൾ വെളിച്ചമൊന്നും കണ്ടില്ല. അവർ ഉറങ്ങി കാണുമെന്ന് ഊഹിച്ചു പതിയെ അവനും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റ് അല്പം വൈകിയാണെങ്കിലും എണീറ്റ പാടെ അവൻ മുറ്റത്തേക്ക് തന്നെ ഓടി. പരിസരം ഒന്ന് കാണാനെന്ന പോലെയാണ് ഇറങ്ങിയതെങ്കിലും നോട്ടം സന്ധ്യയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അവിടെ പുറത്ത് അവളുടെ അമ്മയെ മാത്രം കാണുവാൻ കഴിഞ്ഞുള്ളൂ. "ആ, മോൻ എണീറ്റോ? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ?" അമ്മ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ടെന്ന് നോട്ടം മാറ്റി പുഞ്ചിരിച്ചു അവൻ. "ഒന്നുമില്ല അമ്മ, ചുമ്മാ ചുറ്റുമൊന്ന് കാണാൻ ഇറങ്ങിയതാ." "രേഷ്മ ചേച്ചി എവിടെ? കാണാനില്ലല്ലോ."
അവള് രാവിലെ തന്നെ പോയി. മോനെ, നീ നല്ല ഉറക്കമായതുകൊണ്ട് വിളിക്കാൻ നിന്നില്ല. ഇന്ന് വൈകിട്ട് ഇങ്ങ് തിരിച്ചു വരും. കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇവിടെ നിന്നാ രാജേഷ് അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇന്നിപ്പോ വൈകിട്ട് അവര് ഫാമിലി ആയിങ്ങ് വരും. 2-3 ദിവസം നിന്നിട്ടേ പോകുള്ളൂ. അമ്മയുടെ മറുപടി കേട്ട് തല കുലുക്കിക്കൊണ്ട് അവൻ പതിയെ സന്ധ്യയുടെ വീടിന് നേരെ തിരിഞ്ഞു. സന്ധ്യ ചേച്ചി, നിന്നെ കെട്ടിയില്ല അല്ല അമ്മേ? കെട്ടാൻ പ്ലാനൊന്നും ഇല്ല. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. കുശലാന്വേഷണം പോലെ അവൻ വിവരങ്ങൾ അറിയാൻ ഒരു ശ്രമം നടത്തി. ഓ, അതിന്റെ കാര്യമാണ് കഷ്ടം. വേറെ കെട്ടാനൊന്നും അവൾക്ക് താല്പര്യമില്ല മോനെ. ഇപ്പൊ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ വളർത്തി വലുതാക്കണം. അതാ അവളുടെ ലക്ഷ്യം. അതിനു വേണ്ടി ചെയ്യാത്ത ജോലികളില്ല. പാവം രാവിലെ ഒരു ക്ലാസ് ഫാക്ടറിയിൽ ജോലിക്ക് പോകും. 6 മണിയോളം ആകും തിരികെ വരാൻ. പിന്നെ കന്നുകാലികൾക്കുള്ള പുല്ല് പറിക്കാൻ പോകും. അങ്ങനെ കിടന്ന് നരകിക്കുക പാവം. വളരെ സങ്കടത്തോടെയാണ് അമ്മ മറുപടി പറഞ്ഞത്. അമ്മേ, ഞാൻ കൊണ്ടുവന്നതിൽ കുറച്ചധികം സ്പ്രേയും പൗഡറും സോപ്പും ഒക്കെ ഉണ്ടല്ലോ. എന്തേലും കുറച്ച് സന്ധ്യ ചേച്ചിക്കും കൂടി കൊടുത്താലോ? സന്ധ്യയിലേക്ക് ഒരു പാലം പണിയാനുള്ള ആപ്പ് വലിയ നൈസായൊരു ആപ്ലിക്കേഷൻ കൊടുത്തു അവൻ. അത് ഒരു ഓ, അത് വലിയ കാര്യം മോനെ. മിഠായി ഉണ്ടെങ്കിൽ കുറച്ച് ആ കൊച്ചിനും കൊടുക്കാം. മോനെല്ലാം എടുത്തു വെക്കുക. സമയം പോലെ അമ്മ കൊണ്ടു കൊടുക്കാം. അപ്രൂവൽ കിട്ടിയപ്പോൾ കോൺട്രാക്ട് കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലായി രൂപേഷ്. അപ്പോൾ പുല്ല് ആ വഴി അടഞ്ഞു. പുറത്തു കൊണ്ടവൻ പതിയെ തിരിഞ്ഞു. മോനകത്തേക്ക് വാ കേട്ടോ, അമ്മ ചായ എടുക്കാം. അമ്മ ഉള്ളിലേക്ക് തിരികെ പോയപ്പോൾ വീണ്ടും സന്ധ്യയെ എങ്ങനെ വിശദീകരിക്കാമെന്ന ചിന്തയിലായിരുന്നു. ആ, നീ വന്ന രൂപേഷേ, സുഖം തന്നെ നിനക്ക്? അപ്രതീക്ഷിതമായ ആ കിളിനാദം ഒരു നിമിഷം അവനിൽ കുളിര് കോരി. സന്ധ്യ ചേച്ചി. ആ ചുണ്ടുകൾ അറിയാതെ ചലിച്ചു. വേഗത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിയുമ്പോൾ കൺമുന്നിൽ വെണ്ണക്കൽ ശില്പം പോലെ സന്ധ്യ നിന്നിരുന്നു. ഓ, ചുണ്ടുകളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല അവനെ. ഞാൻ ഇന്നലെ രാത്രി വന്നു ചേച്ചി. ചേച്ചിക്ക് സുഖല്ലേ? ഓ, ഇങ്ങനെ പോന്നു. ഗൾഫുകാരനായപ്പോ നീ അങ്ങ് വെളുത്തു തുടുത്ത് സുന്ദരനായല്ലോ ചെക്ക. ആട്ടെ, എനിക്ക് എന്താണ് കൊണ്ടുവന്ന നീ? സന്ധ്യയുടെ ആ ചോദ്യത്തിൽ ഒരു ദയാർത്ഥമുണ്ടോ എന്ന് സംശയിച്ചു രൂപേഷ്. അവരുടെ പുഞ്ചിരി കൂടി കാണുക ആ സംശയം സത്യമാണെന്ന് തന്നെ ഉറപ്പിച്ചു അവൻ. ദൈവമേ, കാര്യങ്ങളെല്ലാം ഒരു റിസ്ക്കുമില്ലാതെ തന്നെ റെഡിയായി തരുവാണ്. ചേച്ചിക്ക് ഒരു കൂട്ടം കരുതിയിട്ടുണ്ട് ഞാൻ, തന്നേക്കാം. മഷ്ലിൻ രീതിയിൽ തന്നെ അവൻ മറുപടി പറയവേ സന്ധ്യയുടെ മുഖം ചൊളിഞ്ഞു. അതെന്താ ചെക്ക അങ്ങനെ ഒരു സാധനം? അതൊക്കെ തരാം എന്നെ. ഒരു വർഷം ചിരിയുമായി രൂപേഷ് വീടിനുള്ളിലേക്ക് ഓടിക്കയറിപ്പോയി. അളിയ, അതല്ലേ നീ പറഞ്ഞ സന്ധ്യയുടെ വീട്? കണ്ടായിരുന്നു നീ അവളെ? ഉച്ചയ്ക്ക് അവനെ കാണാനെത്തിയ സുഹൃത്ത് കണ്ണൻ ആദ്യം തിരക്കിയത് ആ കാര്യമാണ്. കണ്ടൂടാ, പഴയ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. രൂപേഷിന്റെ മറുപടി കേട്ട് കണ്ണന്റെ മിഴികൾ വിടർന്നു. ആണോ? എന്നിട്ട് എന്തായി? കണ്ടത് മാത്രമുള്ളൂ അതോ മിണ്ടിയോ? രാവിലെ സന്ധ്യയോടുണ്ടായ സംഭാഷണം വിവരിച്ചു രൂപേഷ്. അതുകൂടി കേൾക്കിയ കണ്ണൻ ഒരു കാര്യം ഉറപ്പിച്ചു. അളിയ രൂപേഷെ, സംഗതി നടക്കും. അവള് നിന്നെ നോട്ടം വിട്ടിട്ടുണ്ട്. അതല്ലേ ചുമ്മാ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് നീ ധൈര്യമായി മുട്ടിക്കോ. പിന്നെ സ്പ്രേയൊക്കെ ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടേണ്ട. ഇന്ന് സന്ധ്യ സമയത്ത് നീ തന്നെ കൊണ്ടു കൊടുത്താൽ മതി. ആ സമയത്ത് കയറി മുട്ടിക്കോ, ഉറപ്പായും കാര്യം നടക്കും. പൊതുവെ സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യനായ കണ്ണന്റെ വാക്കുകൾ രൂപേഷിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. ഓക്കേടാ, ഇന്ന് തന്നെ മുട്ടി നോക്കാം. കണ്ണൻ പോയ ശേഷം രൂപേഷ് അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നല്ല 2 സ്പ്രേയും സോപ്പും പൗഡറും പിന്നെ കുറച്ച് ചോക്ലേറ്റും ഒക്കെ എടുത്തു ഒരു കവറിലാക്കി മാറ്റിവെച്ചു അവൻ. ഇടയ്ക്ക് ജനലിന്റെ സന്ധ്യ വീട്ടിലെത്തിയോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ഏകദേശം 6 മണിയോടെ സന്ധ്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത് കണ്ടു അവൻ. വന്നു കയറിയതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം. ആത്മനിയന്ത്രണത്തോടെ കുറച്ചു സമയം കൂടി വെയിറ്റ് ചെയ്തു അവൻ. അങ്ങനെ സമയം ഏകദേശം 7 മണിയോടടുത്തു. രൂപേഷ് പതിയെ ആ കവറും കയ്യിലെടുത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങി. അമ്മയും അച്ഛനും സീരിയൽ കാണുന്ന തിരക്കിലാണ്. ചേച്ചിയും കുടുംബം എത്തിയതും ഇല്ല. നോക്കുമ്പോൾ സന്ധ്യ വീടിന് മുൻവശത്തിരുന്ന് സൂചി നൂലും കൊണ്ട് എന്തോ തയ്ക്കുന്നത് കണ്ടു. പറ്റിയ അവസരം ഇത് തന്നെയെന്ന് മനസ്സിലാക്കി പതിയെ സന്ധ്യയുടെ വീട്ടിലേക്ക് നടന്നു അവൻ. അടുക്കും തോറും നെഞ്ചെടുപ്പ് കൂടി വന്നു. അവന്റെ കൈക്കാലുകൾ വിറക്കൊണ്ടു. തല കുനിച്ചിരുന്ന് തയ്യൽ ജോലി നോക്കിയതിനാൽ തന്നെ രൂപേഷ് മുന്നിലെത്തിയത് സന്ധ്യ അറിഞ്ഞിരുന്നില്ല. അത് മനസ്സിലാക്കി അവൻ പറ്റിയ അവൾക്കരികിലേക്ക് അടുത്തു. ചേച്ചി. ശബ്ദമൊന്നും ഇടറിയെങ്കിലും പതർച്ച പുറത്തു കാട്ടാതെ പുഞ്ചിരിച്ചു അവൻ. ഹാ രൂപേഷെ, നീയോ? എന്താടാ ഈ നേരത്ത്? അവനെ കണ്ട മാത്രയിൽ എഴുന്നേറ്റു സന്ധ്യ. അവൾ തയ്ച്ചുകൊണ്ടിരുന്ന ഒരു ചുരിദാറിന്റെ കീറിയ ഭാഗമാണെന്ന് ഒറ്റ നോട്ടത്തിൽ രൂപേഷിന് മനസ്സിലായി. എന്താ ചേച്ചി, ഡ്രസ്സൊക്കെ കീറിയോ? ഇങ്ങനെ തയ്ച്ചിടാതെ പുതിയത് വാങ്ങിക്കൂടെ?
ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു സന്ധ്യ. നമ്മൾ പാവങ്ങളാണ്. നിങ്ങളെപ്പോലെ ആവശ്യത്തിന് ചറപറ തുണി വാങ്ങാനൊന്നും നമ്മുടെ കാശില്ല. അപ്പോൾ ഇങ്ങനെ തയ്ച്ചൊക്കെ ഇടും. അത് പോട്ടെ, എന്താണ് കയ്യില്? രൂപേഷിന്റെ കയ്യിലെ കവർ. അപ്പോഴാണ് സദ്യ ശ്രദ്ധിച്ചത്. ഹാ, ഇതൊരു സ്പ്രേ പൗഡർ, അതിന് കുറച്ച് സാധനങ്ങൾ, പിന്നെ മോന് കൊടുക്കാൻ ചോക്ലേറ്റും ഉണ്ട്. ആ കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് രൂപേഷ് മറുപടി പറയുമ്പോൾ പുഞ്ചിരിയോടെ തന്നെ അവൾ അത് വാങ്ങി. ആ, കൊള്ളാലോ, താങ്ക്സ് കേട്ടോ. കുറച്ച് സംസാരിച്ചപ്പോൾ തനിക്ക് അല്പം ആത്മവിശ്വാസം കൈവന്നതുപോലെ തോന്നി രൂപേഷിന്. ചേച്ചി, ഈ കീറിയ തുണി കളഞ്ഞേക്ക്, നമുക്ക് പുതിയത് വാങ്ങാം. ഞാൻ സഹായിക്കാം ചേച്ചിയെ. എന്തു വേണേലും ധൈര്യമായി പറഞ്ഞു. പതിയെ പതിയെ അവൻ വിഷയത്തിലേക്ക് കടന്നു. അവന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സന്ധ്യ. ഹാ, അതിനൊക്കെ ഉള്ള കാശായോ നിനക്ക്? ചേച്ചിയെ സഹായിക്കാനൊക്കെ എനിക്ക് കൽപ്പുണ്ട്. അല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. രൂപേഷിന്റെ ഓരോ വാക്കുകളും ദയാർത്ഥം നിറഞ്ഞതായിരുന്നു. എന്റെ കഷ്ടപ്പാട് കണ്ട് മനസ്സറിഞ്ഞുള്ള സഹായമാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? സംശയത്തോടുള്ള സന്ധ്യയുടെ ആ ചോദ്യം കേൾക്കെ തന്റെ നെഞ്ചിടിപ്പ് കൂടിയതറിഞ്ഞു രൂപേഷ്. ആ, അത് ചേച്ചിയെ ഞാൻ സഹായിക്കാം. പക്ഷെ ചേച്ചി എന്നെ സഹായിച്ചാൽ മതി. അതായത്, മനസ്സിലുള്ളത് കൃത്യമായി വിവരിക്കാൻ വാക്കുകൾ കിട്ടാതെ അവൻ കുഴഞ്ഞു. എന്നാൽ ആ പോക്ക് എങ്ങോട്ടാണെന്ന് സന്ധ്യയ്ക്ക് മനസ്സിലായിരുന്നു. ഓ, രൂപേഷ് എന്നെ സഹായിക്കാൻ ഇറങ്ങിയതാണ് അല്ലേ? ഞാനൊന്ന് സഹകരിച്ചാൽ എന്നെ നല്ലപോലെ നീ സഹായിക്കും അല്ലേ? ആ മറുചോദ്യത്തിന് മുന്നിൽ നിശബ്ദനായി നിന്ന് തലയാട്ടിയാണ്. പിന്നെ അല്പനേരം അവിടെ നിശബ്ദത പരന്നു. തല ഉയർത്തിയ സന്ധ്യയെ നോക്കുവാൻ അല്പം ചൽപ്പ് തോന്നി രൂപേഷിനെ. അവളുടെ മറുപടി എന്താകുമെന്നറിയാൻ വല്ലാത്ത വെപ്രാളം തോന്നി അവന്. രൂപേഷൻ, എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. അത് നീ തരുമോ? തന്നാൽ നീ പറഞ്ഞ പോലെ എന്തിനും ഞാൻ തയ്യാർ. നിശബ്ദതയ്ക്കൊടുവിൽ സന്ധ്യയുടെ ആ മറുപടി കേട്ട് രൂപേഷിന്റെ മിഴികൾ തുറച്ചുപോയി. 5 ലക്ഷം രൂപയോ? ചേച്ചി എന്താ ഈ പറയുന്നത്? അത്രയൊന്നും ഇല്ല എൻ്റെ. അവന്റെ മറുപടി കേട്ട് പുഞ്ചിരിച്ചു സന്ധ്യ. ഓക്കെ, വേണ്ട, വേറൊന്ന് പറയാം. ഇപ്പൊ നിന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒപ്പം നിൽക്കാം. പക്ഷെ എന്നെ നീ കെട്ടണം. ആ കാര്യത്തിൽ നീ ഉറപ്പ് തന്നാൽ ദേ ഇപ്പോൾ മുതൽ നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാൻ ചെയ്യാം. ഇത്തവണ ശരിക്കും നടുങ്ങി അവൻ. ചേച്ചി, എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എന്താടാ മോനെ, പറ്റില്ലേ നിനക്ക്? അപ്പൊ നീ പിന്നെന്താ കരുതിയെ? എന്റെ ദാരിദ്ര്യം മുതലെടുത്ത് വെറും തക്കാപ്പിച്ച തന്ന എന്നെ നിന്റെ ഇഷ്ടത്തിനൊക്കെ ഉപയോഗിക്കാമെന്നോ? മനുഷ്യരുടെ കഷ്ടപ്പാടിനെ ഇങ്ങനെ മുതലെടുക്കാൻ നോക്കാൻ നാണമാകില്ലേ മോനെ നിനക്ക്? ഇത്തവണ ശരിക്കും ചൂളിപ്പോയി അവൻ. ചേച്ചി, ഞാൻ അങ്ങനെയല്ല, ആത്മാർത്ഥമായാണ്. മറുപടി പറയാൻ കഴിയാതെ അവൻ നിന്ന് പരിങ്ങിയപ്പോൾ അവൻ കൊടുത്ത ആ കവർ അതേപോലെ അവന്റെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തു സന്ധ്യ. മാനം വിറ്റ് സമ്പാദിക്കാനായിരുന്നാൽ എനിക്ക് ഇതിനു മുന്നേ ആകാമായിരുന്നു. നിന്നേക്കാൾ വലിയ വമ്പന്മാർ ഇതിനു മുന്നേ വന്ന് എന്റെ വാതിൽ തട്ടിയതാ. പക്ഷെ അങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചു അന്തസ്സായി ഞാൻ ജീവിച്ചോളാം. മോൻ കിട്ടും. ഇത്തവണ നിന്നൊരുക്കി പോയി അവൻ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ? രാവിലെ കണ്ടപ്പോ പറഞ്ഞല്ലോ ഞാൻ വെളുത്തു തൊടുത്തു സുന്ദരനായിന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തെങ്ങനെ? അത് കേട്ട് നടുങ്ങിയത് സന്ധ്യയാണ്. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് എന്താ ചക്ക? നിന്നെ പെറ്റിട്ടപ്പോ തൊട്ട് കണ്ടു തുടങ്ങിയതാ ഞാൻ. ഒരു അനിയൻചക്കൻ എന്ന സ്വാതന്ത്ര്യത്തിലും ഇഷ്ടത്തിലും പറഞ്ഞപ്പോ അതിനിങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് നീ? അങ്ങനെയൊന്നും പറയില്ല ചേച്ചി, ഒന്ന് സമ്മതിക്കേ പ്ലീസ്. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ? ഇത്തവണ രൂപേഷിന്റെ സ്വരത്തിൽ അപേക്ഷ നിറഞ്ഞിരുന്നു. ഡാ ചെറുക്ക, വീണ്ടും നിന്ന് എന്റെ വായിന്ന് കേൾക്കാൻ നിൽക്കലേ നീ. പണ്ട് നീ പൊക്കി പിടിച്ചു വന്നപ്പോ ഞാൻ ഓടിച്ചതാണ് നിന്നെ. ആ ബോധമുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ നീ ഇങ്ങനെ വരില്ലായിരുന്നു. അന്ന് പിന്നെ ആരോടും ഒന്നും പറയാത്ത നിന്റെ ചേച്ചി എന്റെ കാല് പിടിച്ചോണ്ടാണ് ഇപ്പൊ എവിടെയോ പോയി 10 കാശ് കയ്യിൽ വന്നപ്പോൾ വീണ്ടും നീ വന്നേക്കുവാ അല്ലേ? ഇത്തവണയും ഞാൻ വെറുതെ വിടുവാ നിന്നെ? അത് നിന്റെ അമ്മയെ ഓർത്തിട്ടാ. എന്തേലും ഒരു അത്യാവശ്യം വന്നാൽ ഒട്ടും മടിക്കാതെ ധൈര്യമായി ഓടിച്ചെല്ലാൻ അവര് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നെ സഹായിക്കുന്നതും ആ അമ്മയാണ്. അതുകൊണ്ട് മോൻ പോയിപ്പോ. കൂട്ടം നിന്നാൽ എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത്തവണ സന്ധ്യയുടെ ആ ശബ്ദത്തിന് കടുപ്പം വളരെ കൂടിയിരുന്നു. ഇനി നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കി പിന്നെ ഒരു നിമിഷം രൂപേഷ് അവിടെ നിന്നില്ല. ആ നിമിഷം മരുന്നില്ലാണ്ടായാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി അവന്. നാണക്കേട് കൊണ്ട് തല പെരുകുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് ഓടി അവൻ. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ കയ്യിലിരുന്ന കവർ അമ്മ കാണാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തന്റെ മുറിയിലേക്ക് എത്തിയ പാടെ കവർ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് ബെഡിലേക്ക് ചാഞ്ഞു. നാണക്കേട് കൊണ്ട് ചൂളിപ്പോയിരുന്നു. അപ്പോഴവൻ കുറെ നേരം അതേപോലെ കിടന്ന ശേഷം പതിയെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് ചെന്നു ഒളിക്കണ്ണിട്ട് സന്ധ്യയുടെ വീട്ടിലേക്ക് നോക്കി. അവിടെ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് വീണ്ടും തയ്ക്കുകയായിരുന്നു അവൻ. ആകെ നാണക്കേടായല്ലോ. ഇനിയിപ്പോ അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? വെറുപുറത്തു കൊണ്ട് തിരിയുമ്പോഴേക്കും അവന്റെ ഫോൺ ശബ്ദിച്ചു. കണ്ണന്റെ കോളായിരുന്നു. പതിയെ ആ കോൾ അറ്റൻഡ് ചെയ്ത് ബെഡിലേക്ക് ചെന്നിരുന്നു രൂപേഷ്. അളിയ, എന്തായി? നീ പോയി ചോദിച്ചോ? സെറ്റായോ?
കണ്ണന്റെ ആവേശം നിറഞ്ഞുള്ള ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്നും അറിയാതെ ഒരു നിമിഷം പരിങ്ങി രൂപേഷ്. നടന്നത് എന്തായാലും പറയാൻ പറ്റില്ല. ഇനി ഒരാൾ അതറിഞ്ഞാൽ അതിൽ പരം വേറെ നാണക്കേട് വരാനില്ല. മാത്രമല്ല കണ്ണൻ അതറിഞ്ഞാൽ ഉറപ്പായും അവൻ പാട്ടാക്കും. ഡാ എല്ലാം സെറ്റ്, ചേച്ചി നമ്പർ തന്ന് രാത്രി വിളിക്കാൻ പറഞ്ഞു. കള്ളം പറയുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഓ പൊളി, നിന്റെ ഭാഗ്യം, അറുമാതിക്ക്. പിന്നെ എനിക്ക് കൂടെ നമ്പർ തരൂ പ്ലീസ്, ഞാനും ഒന്ന് മുട്ടി നോക്കട്ടെ. കണ്ണന്റെ ആഗ്രഹം കേട്ട് രൂപേഷിന്റെ നാക്ക് ചൊറിഞ്ഞു കയറി. ചെന്ന് കയറി കൊടുക്ക്, ഇപ്പൊ കിട്ടും, എനിക്ക് ഇവിടെ വയറു നിറച്ച് കിട്ടിയിട്ടായിരിക്കുക. മറുപടി പറയാൻ ഇതാണ് തോന്നിയതെങ്കിലും ശാന്തനായി അവൻ. എടാ അതൊക്കെ പിന്നെ ആദ്യം ഞാനൊന്ന് സെറ്റാക്കട്ടെ, പിന്നെ വിളിക്കാമേ. ഇത്രയും പറഞ്ഞ് വേഗത്തിൽ കോൾ കട്ടാക്കി രൂപേഷ്. മനുഷ്യൻ ഇവിടെ നാണം കെട്ട് തോൽ പൊളിഞ്ഞിരിക്കുന്നു. അപ്പോഴവന്റെ വക പിറുപിറുത്തുകൊണ്ട് അവൻ നിരാശയോടെ ബെഡിലേക്ക് ചാഞ്ഞു. പെട്ടെന്നാണ് താഴെ നിന്നും മമ്മിയുടെ വിളി വന്നത്. ഡാ രൂപേഷെ, നീ ഒന്ന് താഴോട്ടേക്ക് വന്നേ. മാനസികമായി തകർന്നിരിക്കുന്നിടയിൽ അമ്മയുടെ വിളി. അമ്മ അതേ വരുന്നു, നാശം എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നു നോക്കുമ്പോൾ സന്ധ്യ അവിടെ ഇരിക്കുന്നു. രൂപേഷിന്റെ കിളിപ്പോയി. ഇനി ഇവൾ അമ്മയോട് പറഞ്ഞു കാണുമോ ദൈവമേ. പറഞ്ഞു തീർത്തൊക്കെ പറയില്ല എന്നല്ലേ ചേച്ചി പറഞ്ഞു, പിന്നെ ഇത് എന്തോ പണ്ടാരമാണ്. ഡാ പെട്ടെന്നുള്ള അമ്മയുടെ വിളിയിലാണ് ചിന്തയിൽ നിന്ന് പതറി രൂപേഷ്. ഡാ ഇവൾക്ക് നീ ഒരു സഹായം ചെയ്യണം. സന്ധ്യമോളെയും കൊണ്ട് നാളെ ടൗണിലേക്ക് ഫാമിലി പോകണം. എന്തോ ലോണിന്റെ ആവശ്യത്തിനെയാണ്. നീയാകുമ്പോ പെട്ടെന്ന് എന്തേലും ആവശ്യം വന്നാൽ ഓടി നടക്കാനുണ്ടല്ലോ. നാളെ വരുമോ? പെട്ടെന്നാണ് വാർത്താലത്തിൽ നിന്ന് സന്ധ്യ ചേച്ചിയുടെ കിളിനാദം വന്നത്. അവൻ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം ചുവന്നിരിക്കുന്നു. മുഖത്ത് ചെറുചിരിയും ഉണ്ടായിരുന്നു. സന്ധ്യ അവനെ നോക്കി പറഞ്ഞു. രൂപേഷിനെ എന്നെ കൊണ്ട് പോകാൻ പറ്റുമോ? അവൻ ഒന്നും മിണ്ടാതെ തലയാട്ടി സ്തംഭിച്ചു നിന്നുപോയി. എന്നാ ചേച്ചി ഞാൻ പോകട്ടെ, മുറ്റമൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുക, ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കുറെ നാളായില്ലേ അവിടെയൊക്കെ ആകെ പൊന്ത കയറി കിടക്കുക. അത് പറയുമ്പോൾ സന്ധ്യ അവന് നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ ലഡുപൊട്ടി. എടാ രൂപേഷെ, കാലത്ത് നേരത്തെ പോകണം, നീ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോരെ. അതും പറഞ്ഞ് അവൾ അവനെ നോക്കി. അമ്മ കാണാതെ ഒരു കണ്ണൂർക്ക് ചിരിച്ചുകൊണ്ട് സന്ധ്യയുടെ വീട്ടിലേക്ക് നടന്നു. കഥ കൊള്ളാമോ? ബാക്കി വേണോ കൂട്ടുകാരെ? അഭിപ്രായം പറയണേ.